നമസ്കാരം, എൻ്റെ പേര് ശില്പ. എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു വാലന്റൈൻസ് ഡേ മേക്കപ്പ് ആണ്. വാലന്റൈൻസ് ഡേക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുട്ടി മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ് കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് വാലന്റൈൻസ് ഡേക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൂടാതെ ഇന്നത്തെ വീഡിയോയ്ക്ക് വേറെ പ്രത്യേകത കൂടി ഉണ്ട്. ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സാൻഡൽസ് ആണ്. ഇന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സൂക്ക് ബ്രാൻഡിൻ്റെ സാൻഡൽസ് ആണ്. സൂക്ക് ബ്രാൻഡിൻ്റെ ബാഗ് ഇതിന് മുമ്പ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളം സ്പെഷ്യലാണ് ഈ ഒരു ബ്രാൻഡ് എന്നുള്ളത്. അവർ ക്രൂവൽറ്റി ഫ്രീ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അതിനേക്കാളും ഒക്കെ ഉപരി ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഓക്കെ, ഇവരുടെ പ്രോഡക്റ്റ് ഒക്കെ ഭയങ്കര യുണീക്കാണ്. ബാഗ്സ്, സാൻഡൽസ്, വാലറ്റ്സ്, അങ്ങനെ ഒരുപാട് റേഞ്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ സാൻഡൽസ് ആണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിലിംഗ് എന്നെ എന്തൊരു ഭംഗിയാണ് നോക്കി. ഈ കളർ കോമ്പിനേഷൻ എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ്. ആൻഡ് ഈ ഡീറ്റെയിലിംഗ് സോ ഗുഡ്. ഇങ്ങനെ മെടഞ്ഞ് വെച്ചിട്ടുള്ള പോലത്തെ ഒരു ഡീറ്റെയിലിംഗ് ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സാൻഡൽസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇവരുടെ പ്രോഡക്റ്റ് എന്തെങ്കിലും ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കമൻറ്റ് സെക്ഷനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും. ഇൻ കേസ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഏതൊരു പ്രോഡക്റ്റിലും നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കൂടി ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുന്നതിലൂടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ മേക്കപ്പ് ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. മുഖം നല്ല മരുഭൂമി പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മോയ്സ്ചറൈസറിനേക്കാളും ഒരു ഓയിൽ തന്നെ വേണം. അതുകൊണ്ട് പിൽഗ്രിമിൻ്റെ 24 കാരറ്റ് ഗോൾഡ് ഓയിലാണ് ഞാനിന്ന് യൂസ് ചെയ്തത് കേട്ടോ, മോയ്സ്ചറൈസറിന് പകരമായിട്ട്. ഇതാകുമ്പം സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. അടുത്തായിട്ട് നമുക്ക് പ്രൈമറായിട്ട് ഷുഗറിൻ്റെ പ്രൈമർ യൂസ് ചെയ്യാം. ബേസ് ഓഫ് ഗ്ലോറി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈമറാണ്. ഇതൊരു സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള പ്രൈമറാണ്. അതുകൊണ്ട് തന്നെ ഓപ്പൺ പോർസ് ഉള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൈമറാണ്. കൂടാണ്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് സ്മൂതൻ ചെയ്യും കേട്ടോ. കൺസീലർ അപ്ലൈ ചെയ്യാണ്. ആദ്യം ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു കാരമൽ ഷെയ്ഡിലുള്ള കൺസീലർ അപ്ലൈ ചെയ്യാണ്. ഇത് ഡാർക്ക് സർക്കിളൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനും ഒക്കെ സഹായിക്കും. അതിനുശേഷം അതിൻ്റെ മേലെയായിട്ട് ഞാനൊരു ലൈറ്റർ ഷെയ്ഡ് ഓഫ് കൺസീലറും കൂടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഡാർക്ക് സർക്കിൾ ഉള്ളവർക്ക്, ഡാർക്ക് സ്പോട്ട്സ് ഉള്ളവർക്കൊക്കെ സ്പോട്ട് കറക്ഷന് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വളരെ കുറച്ച് മാത്രം ഫൗണ്ടേഷൻ യൂസ് ചെയ്താൽ മതിയാവും. അതുകൊണ്ട് തന്നെ സ്കിന്ന് ഭയങ്കര കേക്കി ആയിട്ട് തോന്നില്ല. അതേപോലെ തന്നെ ഒരുപാട് മേക്കപ്പ് ഇട്ട് പുട്ടിയടിച്ച പോലെയുള്ള ഫീലൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾ ഇല്ല, സ്പോട്ട്സ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെയായിട്ട് ഇതേ സെയിം ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒരു പൊടിക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഷുഗറിൻ്റെ ഫൗണ്ടേഷനാണ് ഇത്. ഞാൻ കൺസീലർ എത്താത്ത ഭാഗത്ത് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതും തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ പ്രോഡക്റ്റും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കീ കേട്ടോ. അപ്പോൾ സമയം എടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. റിമലിൻ്റെ ലൂസ് പൗഡറാണ് ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതൊരു ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ്. വളരെ കുറച്ച് പ്രോഡക്റ്റ് മാത്രം ക്രീസ് ആവും എന്ന് തോന്നുന്ന ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഷുഗറിൻ്റെ ഈ ഒരു ഡുവോ ഐ ഷാഡോ, ഇതൊരു ലിക്വിഡ് ഐ ഷാഡോ ആണ് കേട്ടോ. അതിനകത്തുള്ള മാറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഔട്ടർ കോർണറിലും ഇന്നർ കോർണറിലും ഈ രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. രണ്ടും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ്, ഏത് പൗഡർ മാറ്റ് ഐ ഷാഡോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഔട്ടർ കോർണറിൽ മാത്രമായിട്ട് ഈ രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് സെൻറ്റർ പോയിന്റിലായിട്ട് ഞാൻ ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഷിമ്മർ ഷാഡോ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ഇന്നർ കോർണറിലായിട്ട് ഈ ഒരു ഷിമ്മർ ഷാഡോ കൂടി കൊടുക്കുന്നുണ്ട്. ഐലൈനറിന് പകരമായിട്ട് കാജൽ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്ത് കൊടുക്കണ മാതിരി ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണേ ഉള്ളൂ. ഐലൈനർ യൂസ് ചെയ്യുന്നില്ല. നിങ്ങളെ പ്രിഫറൻസ് ഐലൈനർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐലൈനർ യൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം അതിൻ്റെ എഡ്ജസ് ഒന്ന് കൺസീലർ വെച്ച് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഐബ്രോസിലേക്ക് കിടക്കാം. ഷുഗറിൻ്റെ തന്നെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സ്പൂലി വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തും കൂടി കൊടുക്കുക. ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ബ്ലഷ് ആണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. ഹൈലൈറ്റർ ആയിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്റർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഹൈലൈറ്റർ ആണ്. നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ കാണാം എത്ര നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടാണ് ഇത് നമ്മളെ സ്കിന്നിൽ കിടക്കുന്നത് എന്നുള്ളത് കേട്ടോ. അതിനുശേഷം ഒന്ന് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ന്യൂഡ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റി മറിച്ചൊക്കെ ചെയ്യാം കേട്ടോ. ഐ ലുക്ക് വലിയ ബോൾഡ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബോൾഡായിട്ടുള്ള ലിപ്പ് കളറും കൊടുക്കാവുന്നതാണ്. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് NYBയുടെ ഈ ഒരു ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു ലുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ കോഡ് യൂസ് ചെയ്യാൻ മറക്കണ്ട. ഇൻ കേസ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തത് ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.